ആലപ്പുഴ പുറക്കാട് ഗവൺമെന്റ് ന്യൂ LP സ്കൂളിൽ കുരുന്നുകൾക്ക് കളിച്ചുല്ലസിക്കാൻ വർണ്ണക്കൂടാരം ഒരുങ്ങി. എച്ച് MLA ഉദ്ഘാടനം ചെയ്തു. പുറക്കാട് ഗവൺമെന്റ് ന്യൂ LP സ്കൂൾ അങ്കണത്തിലാണ് കുരുന്നുകൾക്ക് ആട്ടവും പാട്ടും കളിച്ചിരി മേളങ്ങളുമായി ആടിത്തിമിർക്കാൻ SSA 10 ലക്ഷം രൂപ ചെലവിൽ വർണ്ണക്കൂടാരം ഒരുക്കിയത്. എച്ച് MLA വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അവാർഡ് ജേതാവ് ഡോക്ടർ ഷാമില കൈരളി, സംസ്ഥാന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത മുസ്തഫ എന്നിവരെ സമ്മേളനത്തിൽ അനുമോദിച്ചു. പിന്നെ NHന്റെ ഈ പ്രശ്നം വന്നതിന് ശേഷം അതിൻ്റെ മതില് പൊളിച്ച് ഒരു സുരക്ഷിതമല്ലാത്ത അവസ്ഥ വന്നപ്പോൾ മതിൽ കിട്ടുന്ന കാര്യം ആവശ്യപ്പെട്ടതാണ്. പഞ്ചായത്ത് മുൻകൈയെടുത്ത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ആ മതിലിന്റെ നിർമ്മാണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ ഈ സ്കൂളിൽ വന്ന സമയത്ത് ഈ സ്കൂളിലെ ഇതുപോലെ മൈക്കിലൂടെ പരസ്യമായി വാക്ക് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 1 കോടി രൂപ അനുവദിക്കുകയും എല്ലാ ഭരണപരമായ നടപടികളും പൂർത്തീകരിച്ച് അതിൻ്റെ ഭരണാനുമതി, സാങ്കേതിക അനുമതി, അതിൻ്റെ ടെൻഡറിങ്, അതിൻ്റെ എഗ്രിമെന്റ് ഉൾപ്പെടെ വെച്ച് കോൺട്രാക്ടർ വെയിറ്റ് ചെയ്യുകയാണ്. ഈ സ്കൂളിൽ കെട്ടിട നിർമ്മാണം ആരംഭിക്കാൻ കഴിയാത്തത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ പിഴവിന്റെ ഭാഗമായില്ല. ഈ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയാലാണ് ഇവിടെയാണ് നിർമ്മിക്കേണ്ടത്. ഇതാണ് സ്കൂൾ സജസ്റ്റ് ചെയ്ത സ്പോട്ട്. ഇതാണ് അത് പൊളിച്ചു മാറ്റാൻ വേണ്ടിയുള്ള നടപടികൾ അത് സ്വീകരിക്കാൻ പഞ്ചായത്തും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പും കൂടി ചേർന്നാണ് തീരുമാനിക്കുന്നത്. അതിന്റെ അപേക്ഷ സമർപ്പിക്കപ്പെട്ടാൽ ഓരോ സീറ്റിലും ആ അപേക്ഷ വരുമ്പോൾ സമയബന്ധിതമായി ഓരോ ഉദ്യോഗസ്ഥന്മാരും ചെയ്യേണ്ട പണി സമയത്ത് ചെയ്യുക എന്ന കാര്യം പ്രധാനമാണ്. ഈ കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് പഞ്ചായത്തിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് കാര്യമായി വീഴ്ച വന്നതിന്റെ ഭാഗമായിട്ടാണ് 1 മാസത്തിലധികമായി ടെൻഡർ ചെയ്ത് കോൺട്രാക്ടർ എഗ്രിമെന്റ് വെച്ചതിന് ശേഷവും ഈ സ്കൂൾ പണിയാൻ പറ്റാത്തത് എന്ന കാര്യം രക്ഷകർത്താക്കളോട് ഞാൻ പറയാം.